മായ പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം ഗ്രഥിതാം പുരാൺ മഹാഭാരതം അദ്വൈതാമൃതവർഷിണി ഭഗവതി അഷ്ടദശാധ്യായിനി ത്വാമനുസന്തതാം ഭഗവദ്ഗീതേ ഭഗവദ്വേഷിണി. 49ാമത്തെ ശ്ലോകം. ദുരേണ ഹ്യവരം കർമ്മ യോഗാധനഞ്ജയ ബുദ്ധൗ ശരണമന്യച്ച കൃപണാഫലഹേതവാ. ഹേ അർജുന, കാമ്യകർമ്മം ബുദ്ധിയോഗത്തെക്കാൾ വളരെ നികൃഷ്ടം തന്നെ. അതിനാൽ ബുദ്ധിയെ ജ്ഞാനത്തെ ശരണം പ്രാപിക്കും. ഫലേച്ഛകൾ ദീനന്മാരുണ്ട്. ചേച്ചിക്ക് വായിക്കാവോ? വായിക്കാം. ഫലാകാംക്ഷയോടെ ചെയ്യപ്പെടുന്ന കർമ്മത്തെക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് ഫലകാംക്ഷയില്ലാതെ ചെയ്യപ്പെടുന്ന കർമ്മം. ഫലാസക്തി മനസ്സിനെ അസ്വസ്ഥവും ദുർബലവുമാക്കും. അപ്പോൾ കർമ്മം ചെയ്താൽ നേരെയാവില്ല. ഫലകാംക്ഷയില്ലെങ്കിൽ മനസ്വസ്ഥമായിരിക്കും. അപ്പോൾ അതിമഹത്തായ നിലയിൽ കർമ്മം ചെയ്യാൻ കഴിവുണ്ടാവും. ഇവിടെ ബുദ്ധിയോഗം എന്നത് ഒരു പ്രത്യേക യോഗമല്ല. അന്ധകരണത്തിലെ നിശ്ചയാത്മികയായ ഘടകമാണല്ലോ ബുദ്ധി. ആത്മികമായത് മനസ്സും. ചിന്തകളുടെ ഏകാഗ്രവും ശാന്തവും സ്ഥിരവുമായ ഭാവമാണ് ബുദ്ധി എന്നർത്ഥം. ഈ ഭാവത്തെ നിലനിർത്താൻ, അതായത് സംശയാത്മികമായ മനസ്സിന്റെ ചാഞ്ചല്യങ്ങളെ നിശ്ചയാത്മികമായ ബുദ്ധിയുടെ വിവേകശക്തി കൊണ്ട് നിയന്ത്രിക്കാൻ തന്നെ ബുദ്ധിയോഗം. മനോബുദ്ധികൾക്കിടയിലെ വിടവ്, വാസനാമാലിന്യങ്ങൾ നീങ്ങി അവ മനസ്സും ബുദ്ധിയും ഒന്നിച്ചു ചേരണം. പഴയ വാസനകൾ മുഴുവൻ തീരണം. പുതുതായി ഒന്നും വന്നു ചേരുകയും അരുത്. അതിന് വാസനാ നിർമ്മാർജ്ജനത്തിന് ബുദ്ധിയോഗം അത്രേ ഉപായം. അതുകൊണ്ട് ബുദ്ധിയെ ശരണം പ്രാപിക്കൂ. ബുദ്ധവും ശരണമിന്വിച്ച ബുദ്ധിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലായി തീരട്ടെ മനസ്സ്. മനസ്സിലെ ചപല വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഒരിക്കലും ശാന്തി കിട്ടില്ല. ഫലകാംക്ഷ അവരെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും. ദയനീയമാണ് അവരുടെ നില. കാരണം അവരുടെ കാമകർമ്മങ്ങൾ പുതിയ വാസനകൾ ഉള്ളിൽ സൃഷ്ടിച്ച് ആത്മസ്വരൂപത്തെ മറയ്ക്കുന്ന അജ്ഞാന ഭിത്തിക്ക് ഖനം കൂട്ടുകയാണ് ചെയ്യുക. നിഷ്കാമകർമ്മമാവട്ടെ പുതിയ വാസനകൾ ഉളവാക്കുകയില്ലെന്ന് മാത്രമല്ല, പഴയവയെ ക്ഷയിപ്പിക്കുകയും ചെയ്യും. അതിനാൽ ഫലം ഉദ്ദേശിച്ച് കർമ്മം ചെയ്യുന്നവരെ കൃപണർ അല്ലെങ്കിൽ ദയനീയർ എന്ന് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നു. ജീവിത വിജയത്തിന്റെ രഹസ്യം ഇവിടെ സൂചിപ്പിച്ചു. ഈ മാർഗനിർദ്ദേശം കൈക്കൊണ്ടാൽ ജീവിതത്തിലെ പരാജയങ്ങൾ ഒഴിവാക്കാം. അതിസമർത്ഥമായി നിർവഹിക്കപ്പെടുന്ന കർമ്മത്തിന് മാത്രമേ മഹത്തായ ഫലം ഉളവാക്കാനാവൂ. ഇവിടെ ഈ ഫലകാംക്ഷയോടെ ചെയ്യപ്പെടുന്ന കർമ്മത്തെക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് ഫലകാംക്ഷയില്ലാതെ ചെയ്യപ്പെടുന്ന കർമ്മം. ഫലകാംക്ഷ ചില ഫലത്തിലുള്ള ആകാംക്ഷ, അയ്യോ അത് നടക്കുവോ എന്നുള്ള അതിനോടുള്ള ആസക്തി എന്നും പറയാം. ഫലാസക്തി അല്ലെങ്കിൽ ഫലം നമ്മളിപ്പോ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും അതിന്റെ ഒരു ഫലമുണ്ട്. നമ്മളൊരു കർമ്മം ചെയ്യുന്നത് അതിനൊരു ഫലമുണ്ട്. പക്ഷെ നമ്മൾ ആ ഫലം കിട്ടുമോ എന്നുള്ള ആകാംക്ഷയാണ്. ആ ഫലം നടക്കുവോ, എനിക്ക് വിജയം വരിക്കുവോ ഉള്ളൊരു ആകാംക്ഷ വെച്ചാൽ എനിക്ക് അത് കിട്ടിയേ തീരൂ. ആസക്തിയാ ആ ഫലത്തിനോട്. ഞാൻ ഒരു കർമ്മം ചെയ്യുന്നതിന് ഫലമുണ്ട്, അതിനോടുള്ള എനിക്കൊരു ആസക്തി കൂടും. ഈ ആസക്തി കൂടുമ്പോൾ, അല്ലെങ്കിൽ അതാണ് ആൻസൈറ്റി. നമുക്ക് എപ്പോഴും ഒരു ജീവിതത്തിൽ നടക്കുവോ ആ സംശയമാണ് എപ്പോഴും. അപ്പം ഈ ഭയം, ഈ ഫലകാംക്ഷ എന്ന് പറഞ്ഞ ഒരു ഭയമാണ്. എനിക്ക് വിജയം ഭരിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഭയമാണ്. അപ്പൊ ആ ഭയം കൊണ്ട് ആ ഫലാസക്തി മനസ്സിനെ അസ്വസ്ഥവും ദുർബലവുമാക്കും. നമുക്ക് എപ്പോഴും അറിയാലോ, ഭയം വരുമ്പോ നമുക്ക് ധൈര്യമാണ് വരുന്നത്. ഭയം വരുമ്പോ ശരീരം നമ്മൾ വീക്കാവുക ചെയ്യുന്നത്. ഒരു ഭയം വരുമ്പോൾ, ഭയം മാറുമ്പോഴാണ് നമുക്ക് ധൈര്യം വരുന്നത്. അല്ലയോ? നമ്മൾക്ക് ഇതിന്റെ ഒരു ഓപ്പോസിറ്റ് ആയത്. ഈ ഭയം എന്ന് വെച്ചാൽ നമ്മൾ വീക്കാവാന്നർത്ഥം. ആ മനസ്സിന്റെ ധൈര്യം അങ്ങ് പോകും ആ ഭയം വരുമ്പോൾ.
അപ്പം ഫലാസക്തി, ഈ ഫലത്തിലോട്ടുള്ള ആസക്തി മനസ്സിനെ അസ്വസ്ഥവും ദുർബലവുമാക്കും. അപ്പോൾ കർമ്മം ചെയ്താൽ നേരെയാവത്തില്ല. നമ്മൾ ഇങ്ങനെ ഈ വെപ്രാളപ്പെട്ടു, അയ്യോ എന്തോ കർമ്മം ചെയ്യുക, പക്ഷെ ഒരു എക്സാമിനേഷൻ നമ്മൾ കണ്ടിട്ടില്ലേ, പണ്ടൊക്കെ എക്സാമിനേഷൻ പോകുമ്പോ അയ്യോ നമുക്ക് ഒരു വെപ്രാളമാണ് എക്സാമിനേഷൻ അടുക്കുമ്പോൾ. ശരിക്കും പഠിക്കാത്തവർക്ക് എക്സാമിനേഷൻ വരുമ്പോഴത്തേക്ക് ഒരു ഒരു ആകാംക്ഷ, എങ്ങനെ ഫലത്തിലോട്ടുള്ള ആസക്തി, ആ ഒരു രീതി വരുമ്പോഴത്തേക്ക് നമുക്ക് പഠിച്ചോ കൂടെ മറന്നു പോകും പറയും. അത് ആ വെപ്രാളത്തില് എല്ലാം മറന്നു. അപ്പൊ നമുക്ക് അങ്ങനെ മനസ്സ് അസ്വസ്ഥമായി കഴിഞ്ഞാൽ കണ്ടോ, മനസ്സ് അസ്വസ്ഥവും ദുർബലവുമാക്കും. അപ്പോൾ കർമ്മം ചെയ്താൽ നേരെയാവത്തില്ല. അപ്പൊ ഇതാ കൃഷ്ണൻ ഇവിടെ പറയും, നമ്മള് ഈ ഏത് കർമ്മം ചെയ്യുമ്പോഴും ഈ ഫലത്തിലോട്ട് അങ്ങോട്ട് ആസക്തി വെച്ചാൽ, അതാ കർമ്മണ്യേവ അധികാരസ്യം കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. കർമ്മം ചെയ്യാനും നമുക്ക് അല്ലാതെ നമ്മൾ ഈ ഫലത്തിൽ കയറി കടിച്ചു തൂങ്ങുക. അങ്ങനെ ആയാൽ നമുക്ക് നമ്മുടെ പ്രവൃത്തി ആ പ്രസന്റില് നമ്മളെ കർമ്മത്തിലോട്ട് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ശരിയായിട്ട് 100% ഇട്ടാലല്ലേ അതിന്റെ ശരിയായിട്ടുള്ള റിസൾട്ട് വരത്തുള്ളൂ. ഞാൻ ശരിയായിട്ട് ചെയ്യത്തുമില്ല, എനിക്ക് ഫലം കിട്ടുകയും വേണം. അതെങ്ങനെ നടക്കും? നമ്മൾ ഈ ഭയന്ന് ഉള്ള കാര്യം പ്രോപ്പറായിട്ട് ചെയ്യത്തില്ല. എന്നിട്ട് എനിക്ക് അതിന്റെ ഫലം ഫുള്ളായിട്ട് ചെയ്താൽ എങ്ങനെ ഫലം കിട്ടും? ആ ഫലം വേണം താനും. ഇത് രണ്ടും കോൺട്രഡിക്ഷൻ അല്ലേ? അപ്പം ഇതാണ് നമ്മള് അപ്പോൾ കർമ്മം ചെയ്താൽ നേരെയാവില്ല. എന്ന് വെച്ചാൽ ആ ശരിയായിട്ടുള്ള ഫലം കിട്ടത്തുമില്ല. ഫലകാംക്ഷയില്ലെങ്കിൽ മനസ്സ് സ്വസ്ഥമായിരിക്കും. അതാ നമുക്ക് ഈ ആസക്തി ഇല്ലെങ്കിലോ നമുക്ക് ആ മനസ്സ് സ്വസ്ഥമായിരിക്കും. അപ്പോൾ അതിമഹത്തായ നിലയിൽ കർമ്മം ചെയ്യാൻ കഴിവുണ്ടാവും. അപ്പൊ നമ്മൾ ആ ഭയമില്ലാതിരിക്കുന്ന അവസരത്തിൽ നമുക്ക് ആ കർമ്മം നല്ലതുപോലെ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് കറക്റ്റ് റിസൾട്ടും വരും. ഇവിടെ ബുദ്ധിയോഗം എന്നത് ഒരു പ്രത്യേക യോഗമല്ല. അന്ധകരണത്തിലെ നിത്യാത്മികമായ ഘടകമാണല്ലോ ബുദ്ധി. സംശയാത്മികമായത് മനസ്സും. എപ്പോഴും ബുദ്ധിയും മനസ്സും തമ്മിൽ, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം നമ്മുടെ അന്ധകരണത്തിന്റെ 4 പാർട്ടാണല്ലോ. ഈ ബുദ്ധി എപ്പോഴും നിശ്ചയമുള്ളതാണ്. നമ്മളെപ്പോഴും മനസ്സെപ്പോഴും സംശയമാണ്. അതുകൊണ്ടാണ് ഈ നമ്മൾ എന്തുവാ ചിന്മുദ്ര പറഞ്ഞപ്പോഴേ ഈ കുഞ്ഞുവിരലാണ് മനസ്സിനെ പ്രതിദാനം ചെയ്യുന്നത്. കുഞ്ഞുവിരള ഈ എപ്പോഴും നമ്മൾ സംശയം ഉണ്ടാകുമ്പോൾ ഒരു ആലോചിക്കട്ടെ, നമുക്കൊരു സംശയമാണ് മനസ്സിന്. അതുകൊണ്ട് കുഞ്ഞുവിരല ഈ മനസ്സ് നമ്മൾ ആ ഒരു ഇൻഡിക്കേഷൻ ഇങ്ങനെ കൈ കാണിക്കുന്നത് ആ മനസ്സുകൊണ്ട് നമുക്കൊരു വേവറിങ്ങാ. എപ്പോഴും ഒരു സംശയമാണ് മനസ്സിന്, എപ്പോഴും ഒരു സംശയമാണ്. അതേസമയത്ത് ബുദ്ധിക്കോ ഈ കുറച്ചൊക്കെ ചിന്തിച്ച് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ആ സംശയം മാറി നമുക്കൊരു നിശ്ചയം വരുമ്പോഴാണ് അങ്ങനെ ചെയ്യാം, നമ്മളൊരു തീരുമാനം എടുക്കുക, ഇങ്ങനെ ചെയ്യാം. അപ്പോ നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന സംശയമൊക്കെ മാറും. ആ മാനസിക നിലയിൽ നിന്ന്, വികാരത്തിൽ നിന്ന് നമ്മൾ വിചാരം ചെയ്ത് നമ്മൾ ഒരു തീരുമാനം എടുക്കുന്നതാണ് ബുദ്ധി. അത് എപ്പോഴും നിശ്ചയാത്മികവും. അപ്പം മനസ്സ് എപ്പോഴും സംശയാത്മികവും ബുദ്ധി എപ്പോഴും നിശ്ചയാത്മികവുമാണ്. ഈ ബുദ്ധി എന്ന് പറയുന്നത് എന്തിനാ? നമ്മുടെ ഇന്റലക്റ്റിനെ അല്ല, ആ ബുദ്ധിയെ അല്ല. ഇത് വിവേകത്തിൽ നിന്ന് വരുന്ന ഒരു ബുദ്ധിയുണ്ട്. അതാണ് ഇവിടെ സംശയാത്മികമാണ് മനസ്സും. ചിന്തകളുടെ ഏകാഗ്രവും ശാന്തവും സ്ഥിരവുമായ ഭാവമാണ് ബുദ്ധി എന്നർത്ഥം. ഈ ഭാവത്തെ നിലനിർത്താൻ അതായത് സംശയാത്മികമായ മനസ്സിന്റെ ചാപല്യങ്ങളെ നിശ്ചയാത്മികമായ ബുദ്ധിയുടെ വിവേകശക്തി കൊണ്ട്. അപ്പൊ ഈ ബുദ്ധി വെച്ചാല് നമ്മൾ ഈ വികാരത്തിൽ നിന്ന് മാറി വിചാരം ചെയ്ത് ബുദ്ധിയിലോട്ട് വരുമ്പോഴേ, നമ്മൾ ആ വികാരങ്ങളെ മാനേജ് ചെയ്യുമ്പോഴേ, എന്നിലുള്ള ആ വികാരങ്ങളെ തള്ളിച്ചാകുമ്പോഴോ ഈ വിവേകം വരത്തില്ല. വികാരങ്ങളെ ദേഷ്യം വന്ന് ഇങ്ങനെ ചൂട് പിടിച്ച് നിൽക്കുക, അല്ലെങ്കിൽ ദുഃഖം വന്ന് ഞാനിങ്ങനെ കരഞ്ഞ്, എനിക്ക് എന്റെ വിവേകം അങ്ങോട്ട് വരാൻ പറ്റത്തില്ല. കാരണം ഈ വിഷമവും അല്ലെങ്കിൽ ദേഷ്യമോ അല്ലെങ്കിൽ വളരെ സന്തോഷത്തിന് എന്താ ചെയ്യേണ്ടത്, നമുക്ക് ആ പ്രോപ്പർ ആ വിവേകം കിട്ടത്തില്ല. നമ്മൾ വികാരത്തള്ളിച്ചയിൽ നിൽക്കുമ്പോഴേ നമ്മൾ ഒരു പ്രവൃത്തിയും തുടങ്ങരുത്. നമ്മൾ ആ വികാരങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങി കഴിയുമ്പോഴാണ് നമുക്ക് ഒരു ഡയറക്ഷൻ കിട്ടും. നമുക്ക് തന്നെ ഒരു തോന്നൽ വരും അവിടെ ഏതാണ് ശരിയായിട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. അതേസമയം വികാരത്തള്ളിച്ചിരിക്കുമ്പോഴോ നമുക്ക് വേറൊരു ചിന്ത വരും, ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം. നമുക്ക് രണ്ടും നമ്മുടെ എല്ലാ അനുഭവത്തിലുള്ള വികാരത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നും. ആ വികാരം മാറിക്കഴിഞ്ഞാലോ വേണ്ട, നമുക്ക് ഇങ്ങനെ ചെയ്യാം, വേറെ രീതിയിൽ ചെയ്യാൻ തോന്നും. അപ്പൊ നമുക്ക് തന്നെ അനുഭവമാണ്. ഞാൻ വികാരത്തള്ളിച്ചയിലിരിക്കുമ്പോൾ എനിക്ക് ഒരു രീതി ചെയ്യാൻ തോന്നുന്നു, വികാരങ്ങളെല്ലാം കെട്ടടങ്ങി ഇരിക്കുമ്പോൾ വേറെ രീതി ചെയ്യാൻ തോന്നുന്നു. അപ്പൊ ഇതിനപ്പം നമ്മൾ ഇതിന് പ്രാക്ടീസ് ചെയ്യണം. നമ്മുടെ ആ വികാരത്തിനെ മാനേജ് ചെയ്യുമ്പോൾ നമ്മൾ
വിവേകത്തിൽ നമ്മൾ പ്രത്യേകിച്ചും അത് തന്നെ പ്രകടമാവും, നമുക്ക് ഡയറക്ഷൻ വരും. അതാ ഇതിന്റെ നമ്മുടെ പരമാത്മ ചൈതന്യത്തിന്റെ പ്രസൻസ് ആണ് നമുക്ക് ആ ഒരു വിവേകമായിട്ട് വരുന്നത്, വിവേക ബുദ്ധിയായിട്ട്. നമ്മളുടെ അനുഭവം എന്നുള്ള ബുദ്ധി മാത്രമല്ല അത്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മളിപ്പോ നമ്മുടെ അനുഭവമാണല്ലോ എല്ലാം, നമ്മുടെ വികാരങ്ങളെ കെട്ടി രാത്രി കിടക്കുമ്പോൾ അല്ലെങ്കിൽ ഇതെല്ലാം സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ ഈ നടന്നതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചു നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണമായിരുന്നു എന്നൊരു തോന്നൽ വരുന്നില്ല. അപ്പം ഇത് എവിടുന്ന് വന്നു? എന്റെ അനുഭവത്തിൽ നിന്ന് വന്നതല്ല, എന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു മനസാക്ഷി. അത് നമ്മൾ പറയുന്നത് മനസാക്ഷി കുത്തെന്ന് പറയത്തില്ലയോ? മനസാക്ഷി, എന്റെ മനസാക്ഷി പറയുന്നത് ശരിയായി. ആ മനസാക്ഷി എന്ന് പറയുന്നത് ജീവാത്മാവിന്റെ ആ പരമാത്മ ചൈതന്യത്തിൽ നിന്ന് വരുന്ന ഒരു ഡയറക്ഷനാണ് നമുക്ക് ആ ചിന്തയായിട്ട് വരുന്നത്. അപ്പൊ നമ്മള് ഈ വികാരത്തൊള്ളിച്ചിരിക്കുമ്പോൾ ഈ ഡയറക്ഷൻ വരത്തില്ല. എന്തുകൊണ്ടാ? നമ്മൾ ഈ വികാരത്തിൽ ഇങ്ങനെ മുഴുകിയിരിക്കുക, ഒന്നീ വിഷമിച്ച് മുഴുകിയിരിക്കുന്നു, അല്ലെങ്കിൽ ദേഷ്യം കൊണ്ട് മുഴുകിയിരിക്കുന്നു. ഓരോന്നിലും വികാരങ്ങളിൽ ഇങ്ങനെ മുഴുകിയിരിക്കുമ്പോഴേ ആ വിവേകത്തിന് പ്രകടമാകാൻ ഒക്കത്തില്ല. ആ വിവേകത്തിൽ നിന്ന് വരുന്ന ചൈതന്യം, ആ ചൈതന്യത്തിൽ നിന്ന് വരുന്ന ഡയറക്ഷൻ നമുക്ക് കിട്ടത്തില്ല. ഇതിന് അടുത്ത പാരഗ്രാഫിൽ വരുന്നുണ്ട്, ഈ മനസ്സിനും ബുദ്ധിക്കും ഇടയ്ക്ക് നമ്മുടെ വാസനയുണ്ട്. നമ്മുടെ ഈ വാസനകളാണ് നമുക്ക് ഈ ദേഷ്യവും വിഷമവും സന്തോഷവും ഇതൊക്കെ അങ്ങോട്ട് വികാരം തള്ളിച്ച് വരുന്നത് നമ്മുടെ വാസനയിലുള്ളതാ. അപ്പൊ ഈ മനസ്സ് വാസനയിൽ ഇരിക്കുന്നിടത്തോളം ഇങ്ങനെ തള്ളിച്ചിരിക്കുന്നത് നമുക്ക് ഈ ബുദ്ധിയുടെയും മനസ്സിന്റെ ഇടയ്ക്ക് അടുത്ത പാരഗ്രാഫിൽ പറയുന്നുണ്ട്, മനോബുദ്ധികൾക്കിടയിലെ വിടവ്, വാസനാ മാലിന്യങ്ങൾ നീങ്ങി അവ മനസ്സും ബുദ്ധി ഒന്നിച്ചാവണം. പഴയ വാസനകൾ മുഴുവൻ തീരണം, പുതുതായി ഒന്നും വന്ന് ചേരുകയും വരുത്. അതിന് വാസന നിർമ്മാണത്തിന് ബുദ്ധിയോഗം അത്രയും ഉപായം. ഈ ബുദ്ധിയോഗം വെച്ചാൽ നമ്മൾ വിവേകത്തിൽ പ്രവർത്തിക്കുന്നതിനെയാണ് ബുദ്ധിയോഗം എന്ന് പറയുന്നത്. നമ്മുടെ അനുഭവത്തിൽ നിന്നുള്ള ബുദ്ധിയല്ല, നമ്മുടെ വിവേക ബുദ്ധി. ആ വിവേകം ബുദ്ധി കൂടെ പ്രകടമാകും. അതിനെ വിവേക ബുദ്ധി എന്ന് പറയുന്നത്. മറ്റൊരു ബുദ്ധിയുണ്ട്, നമ്മൾ വികാരത്തിലിരിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യാൻ തോന്നുന്നുണ്ട്. ഏത് കാര്യവും ചെയ്യുന്നത് ബുദ്ധിയുടെ പ്രവർത്തനമാണ്. ഇപ്പൊ വികാരത്തിനോട് അലയനാകുമ്പോൾ വികാര ബുദ്ധിയും, ആ വികാരങ്ങൾ കെട്ടടങ്ങുമ്പോൾ വിവേകം വന്ന് ബുദ്ധി കൂടെ വരും, അത് വിവേക ബുദ്ധി. അപ്പൊ നമുക്ക് വികാര ബുദ്ധിയുണ്ട്, വിവേക ബുദ്ധിയുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം, ഒരു പ്രവൃത്തി ചെയ്യുന്നത്, അങ്ങനെയുള്ള ചിന്തകളെ പറയുന്നത് ബുദ്ധി എന്നാ. അപ്പം ഈ എനിക്ക് വികാരത്തിലോട്ട് ഇരിക്കുമ്പോഴ് ആ ബുദ്ധി വികാരത്തിനോട് അലൈനായി ഞാൻ വികാരത്തിന്റെ രീതിയിലുള്ള കാര്യങ്ങൾ ബുദ്ധി ചെയ്യും, വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തു കൂട്ടും. അതേസമയത്ത് ഈ വികാരങ്ങളെല്ലാം നമ്മൾ മാനേജ് ചെയ്യാൻ പഠിച്ചാലോ എന്നിൽ ആ വിവേകത്തിൽ നിന്ന് ഒരു ഡയറക്ഷൻ വരും. അപ്പൊ വിവേകമായിട്ട് ബുദ്ധി അലൈനായി വിവേകത്തിൽ പ്രവർത്തിക്കും. ഇതാണ് നമ്മുടെ കർമ്മത്തിന്റെ ഒരു മെക്കാനിസം. ഇതാണ് ഈ മെക്കാനിസം നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ഓരോ സ്റ്റേജിലും നമ്മൾ ഓരോ വികാരത്തിൽ ഇരിക്കുമ്പോഴും നമുക്ക് ഈ ഒരു ധാരണ നമ്മൾക്കുണ്ടെങ്കിൽ നമ്മൾ ആ വികാരത്തിൽ വെച്ചാൽ പ്രവർത്തിക്കത്തില്ല. നമ്മൾ പതുക്കെ അതിനെ ആ സിറ്റുവേഷനിൽ നിന്ന് ഒന്ന് പതുക്കെ മാറി അതിനെ ഒന്ന് തണുപ്പിച്ച്, അല്ലെ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ പതുക്കെ ചെയ്താൽ മതി. പക്ഷെ ആ വികാരത്തിൽ ഒരു കാലത്തും ചെയ്യരുത്. ആ വികാരത്തിൽ നിന്ന് മാറി ആ വികാരത്തിനെ നമ്മൾ പതുക്കെ, ഇത് എന്റെ ഒരു വികാരം, എനിക്ക് ദേഷ്യം വരുന്നു, എനിക്ക് വിഷമം വരുന്നു, എനിക്ക് അസൂയ വരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ള എനിക്ക് ആ വരുന്നതിനെ ഞാൻ ഐഡന്റിഫൈ ചെയ്യണം. ഞാനിപ്പോ എന്താണ്, ഇപ്പൊ എന്റെ സ്റ്റേജ് എന്താണെന്ന് ഞാൻ അനലൈസ് ചെയ്യുമ്പോഴേ ഞാൻ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അതെല്ലാം പതുക്കെ കെട്ടടങ്ങും. എന്താണ് എനിക്ക് സംഭവിക്കുന്നത്, എനിക്ക് ദേഷ്യം, എന്തിനാ എനിക്ക് ദേഷ്യപ്പെടുന്നത്? നമ്മൾ തന്നെ ഒരു സെൽഫ് അനാലിസിസ് അവിടെ കൊണ്ടുവരണം. ഇതെല്ലാം മൊമെന്ററി ആയിട്ട് ആ ഒരു സംഗതി, നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇതിനെക്കുറിച്ച് നമ്മളിങ്ങനെ കടന്ന് വെപ്രാളപ്പെടാതെ നമ്മൾ ഈ ഗീതയൊക്കെ പഠിക്കുന്നതിന്റെ ഇതിനെക്കുറിച്ച് ചിന്തിക്കണം ആ സമയത്ത്. അതർവൈസ് നമുക്കിങ്ങനെ ഒരു ഇൻഫർമേഷൻ ഇല്ല, ഇങ്ങനെ ഒരു അറിവില്ല. ഇപ്പൊ ഒരു അറിവുണ്ട്, ഇന്ന് കിട്ടിയ ഒരു അറിവുണ്ട്, ഗീതയിൽ നിന്ന് കിട്ടിയ ഈ അറിവിനെ നമ്മൾ ആ സമയത്ത് ചിന്തിക്കണം. അപ്പൊ നമ്മൾ ആ പതുക്കെ ഇതിനെല്ലാം അടങ്ങുമ്പോൾ നമുക്ക് തന്നെ ഒരു ഡയറക്ഷൻ വരും, എന്താണ് അവിടെ ഉചിതമായിട്ടുള്ളത്, ഒരു വിവേകം നമുക്കുണ്ടാവും. ആ വിവേകം അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങും. അല്ലാതെ വികാരത്തിൽ ഒരു പ്രവൃത്തിയും ചെയ്യരുത്, കർമ്മം ചെയ്യുക. അതാ പറഞ്ഞത്, നമ്മൾ എന്തുകൊണ്ടാണ് ഈ വികാരത്തിൽ ചേരുമ്പോൾ ദുരിതമായി തീരുന്നത്? അത് വാസനകളുണ്ട്. ആ വാസനയിൽ ചെയ്യുന്നതെല്ലാം നമുക്ക് ദുരിതമായിട്ടേ തരത്തുള്ളൂ. ഈ വാസന എന്ന് പറഞ്ഞാൽ എന്തുവാ? അഹന്താമതയുള്ള ഞാന് എന്റെ എന്നുള്ള ഭാവത്തിലാണ് എന്റെ ഇഷ്ടാനിഷ്ടങ്ങളാ. നമ്മൾ അവിടെ ആ അഹന്താമത വിട്ട് വിവേകത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് മാറണം. ഈ കർമ്മഫലം എന്ന് വെച്ചാൽ എന്റെ വാസനയാണ് എന്നെ തടുപ്പിക്കുന്നത്. ഈ വിവേകം വരാൻ തടുക്കുന്നത് വാസനയാണ്. അതുകൊണ്ടാണ് മനസ്സിലെ ചപല വികാരങ്ങൾ കടിമപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഒരിക്കലും ശാന്തി കിട്ടത്തില്ല. അതാ മനസ്സിലെ ചപല വികാരങ്ങൾ കടിമപ്പെട്ട് ജീവിക്കുന്ന നമ്മൾ ഈ ഫലത്തിലൂടെ ആസക്തിയാ, എനിക്ക് അങ്ങനെ കിട്ടിയേ പറ്റൂ. ഞാൻ പ്രവർത്തിക്കത്തുമില്ല, വേണ്ടതുപോലെ ഫുൾ എഫർട്ട് ഇടത്തുമില്ല, എനിക്ക് ആ ഫലത്തിലോട്ട് അത് കിട്ടണം എന്നുള്ള ഈ ആവലാതിക്കാരാണ്. അപ്പൊ അവർക്ക് ഒരിക്കലും ശാന്തി കിട്ടത്തില്ല.
ഫല ആസക്തി, ഫലകാംക്ഷ, ഫലത്തിനുള്ള ആസക്തി അവരെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും. ദയനീയമാണ് അവരുടെ നില. കാരണം അവരുടെ സകാമകർമ്മങ്ങൾ എന്ന് വെച്ചാല് ആഗ്രഹം, ഓരോ ആഗ്രഹത്തിന് വേണ്ടിയുള്ള കർമ്മങ്ങൾ, പുതിയ വാസനകൾ ഉള്ളിൽ സൃഷ്ടിച്ച് ആത്മസ്വരൂപത്തെ മറയ്ക്കുന്ന അജ്ഞാന വ്യക്തിക്ക് കനം കൂട്ടുകയാണ് ചെയ്യുന്നത്. ഞാൻ എന്റെ കർമ്മഫലത്തിനെ കൂട്ടുക. ഈ കർമ്മഫലം കൂടുന്തോറും എന്റെ ഉള്ളിലുള്ള ആ ഈശ്വര ചൈതന്യത്തിൽ നിന്ന് എന്നെ മറയ്ക്കുക. ഞാൻ ഇങ്ങനെ ഈ വികാരത്തിൽ നിന്ന് കർമ്മം ചെയ്യുമ്പോഴേ അത് എന്നെ പുതിയ കർമ്മഫലം ഉണ്ടാക്കും. ആളുടെ ഈ കർമ്മഫലം കൊണ്ടാണ് എനിക്കിതിനെ അറിയാൻ വയ്യാത്തത്. അപ്പൊ ഈ ദൈവത്തിനെ അറിയാൻ വയ്യാത്ത അതിന്റെ ആ മറയ്ക്ക് കട്ടിക്കൂട്ടുക. ഞാൻ പുതിയ വികാരങ്ങളിൽ നിന്ന് കർമ്മം ചെയ്ത് കർമ്മഫലം കൂട്ടി ഇപ്പം ദൈവത്തിനെ മറയ്ക്കുന്ന ആ വിധിയുമായിട്ടുള്ള കനം, അതിന്റെ കനം കുറച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാലേ എനിക്ക് അതിലോട്ട് ലയിക്കാൻ പറ്റത്തുള്ളൂ. ഇതിന്റെ ആ കർമ്മഫലത്തിൽ നിന്ന് നമ്മൾ വാസനയിൽ നിന്ന് കർമ്മം ചെയ്യുമ്പോഴോ കർമ്മഫലം പിന്നെയും കൂടുക. അപ്പം അതിനെ മറയ്ക്കുക. പിന്നെ അതാണ് ആത്മസ്വരൂപത്തെ മറയ്ക്കുന്ന അജ്ഞാന ബുദ്ധിക്ക് കനം കൂട്ടുകയാണ് ചെയ്യുക. നിഷ്കാമ കർമ്മമാകട്ടെ പുതിയ വാസനകൾ ഉളവാക്കുകയില്ലെന്ന് മാത്രമല്ല പഴയവയെ ക്ഷയിപ്പിക്കുകയും ചെയ്യും. നിഷ്കാമ കർമ്മം എന്ന് വെച്ചാല് ഭഗവാൻ കൃഷ്ണൻ ഒരിക്കലും നമ്മുടെ ആഗ്രഹിച്ചൂടാ. കർമ്മത്തിന്റെ ഫലം കിട്ടരുതെന്നല്ല കൃഷ്ണൻ പറയുന്നത്. ആ ഫലത്തിലോട്ടുള്ള ആസക്തി, അത്യാർത്ഥി, നമ്മൾ പറഞ്ഞില്ലേ അത്യാർത്ഥി, എനിക്ക് കർമ്മഫലം, എനിക്ക് അതിന് വിധി ഉണ്ടെങ്കിൽ കിട്ടും, അങ്ങനെ കിട്ടട്ടെ, ഇല്ലെങ്കിൽ സാരമില്ല. ആ രീതിയിൽ അതിനെ സ്പോർട്ടീവായിട്ട് എടുക്കാൻ ശ്രമിക്കണം. സ്പോർട്സിലൊക്കെ നമ്മൾ ജയിക്കുന്നു, ഒരാൾ ജയിക്കുമ്പോൾ ഒരാൾ തോക്കും. ആ തോക്കുന്ന ആൾ ഇരുന്ന് പിന്നെ കേഴ്സ് ചെയ്ത് പിന്നെ ഒന്നും ഇടപെടാതിരിക്കുവാന്നോ അല്ലെങ്കിൽ പിന്നെ ശ്രമിക്കാതിരിക്കുവാന്നോ, ആ ഒരു സ്പോർട്ടീവ്നെസ് ഉണ്ട്. എന്ന് പറയുന്ന പോലെ നമ്മൾ ഈ ഫലത്തിലോട്ട് ആസക്തി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ തളർന്നു പോകും. നമ്മൾ ആസക്തി ഒഴിവാക്കണം. അല്ലാതെ നമ്മൾ ആഗ്രഹിക്കരുത്, കർമ്മം ചെയ്താൽ ഫലം എടുക്കരുതെന്നുള്ള അല്ല ഭഗവാൻ കൃഷ്ണൻ പറയുന്നത്. ആ ഫലത്തിലോട്ടുള്ള ആസക്തി എന്നെ നിർവീര്യമാക്കും, എന്നെ തളർത്തും, എന്നെ ദുർബലനാക്കും. ഇത് ഒഴിവാക്കണം. നമ്മൾ ഇങ്ങനെ ഒഴിവാക്കിയാലേ നമ്മുടെ കർമ്മങ്ങൾ എഫക്റ്റീവായിട്ട് വരുത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ഈ ഫലാസക്തി ഇല്ലാതെ ചെയ്യുമ്പോൾ തന്നെ അത് വിവേകത്തിലായി കഴിഞ്ഞത്. ഫലത്തിലെ ആസക്തിയിലോട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ വികാരത്തിൽ നിന്ന് നമ്മുടെ വാസനയിൽ നിന്ന് ചെയ്യുന്നത്. അപ്പം ഇതാണ് ഒഴിവാക്കിയതിന് മാത്രം പഴയവയെ ക്ഷയിപ്പിക്കുകയും ചെയ്യും. അതിനാൽ ഫലം ഉദ്ദേശിച്ച് കർമ്മം ചെയ്യുന്നവരെ, അത് ഫലം, നമ്മൾ ഈ ഫലാസക്തിയിൽ ഇരുന്ന് കർമ്മം ചെയ്യുന്നവരെ കൃപണര് എന്ന് വെച്ചാൽ ഭയങ്കര അവരുടെ കാര്യം കഷ്ടമാ, അവരുടെ കാര്യം ദുരിതമാ. അതാ കൃപണർ എന്ന് വെച്ചാല് ദയനീയർ എന്നുള്ളതാ. ഭയങ്കര ദുരിതം അവരുടെ ജീവിതം എന്നിവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നു. ജീവിത വിജയത്തിന്റെ രഹസ്യം ഇവിടെ സൂചിപ്പിച്ചു. ഈ മാർഗനിർദ്ദേശം കൈക്കൊണ്ടാൽ ജീവിതത്തിലെ പരാജയങ്ങൾ ഒഴിവാക്കാം. അതാ നമ്മൾ ഈ രീതിയിലോട്ട് നമ്മുടെ കർമ്മത്തിന്റെ മനോഭാവം, നമ്മളൊരു കർമ്മം ചെയ്യുമ്പോഴുള്ള മനോഭാവം മാറ്റണം. നമ്മളൊരു കർമ്മം ചെയ്യുന്നതല്ല മുഖ്യം, അത് ഏത് മനോഭാവത്തിൽ ചെയ്യുന്നു എന്നുള്ളതാണ് മുഖ്യം. അല്ലാതെ എല്ലാവരും കർമ്മം ചെയ്യുന്നുണ്ട്, ഒരേ കർമ്മം തന്നെ പലരും പല വിധത്തിലാണ് ചെയ്യുന്നത്. ആ ചെയ്യുന്ന മനോഭാവമാണ് ആറ്റിറ്റ്യൂഡാണ് അതിന്റെ നമ്മുടെ ആ വിജയത്തിന്റെ നിശ്ചയത്തെ ഉണ്ടാക്കുന്നത്. ഇതാണ് ഈ ശ്ലോകത്തിന്റെ ഒരു അർത്ഥം. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഈ ഇതിനെ കുറിച്ച്? ഇതിനകത്ത് ശിവാരന്തത്തിനകത്ത് പറയുന്ന ചോദിച്ചാ ഈശ്വരനെ കൈവെടിഞ്ഞ് ഫലകാംക്ഷയോടെ ചെയ്യുന്ന കർമ്മം നികൃഷ്ടമാണെന്നാണ് ഭഗവാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഈ പറഞ്ഞ ശ്ലോകത്തിനകത്തെ എങ്ങനെ ഈശ്വരനെ കൈവെടിഞ്ഞ് ഫലകാംക്ഷയോടെ ചെയ്യുന്ന കർമ്മം നികൃഷ്ടമാണെന്ന്. കാരണം ഭൗതിക ലക്ഷ്യങ്ങൾ എന്തൊക്കെ നേടിയാലും അതുകൊണ്ട് കാര്യമായ ആശ്വാസമോ ജീവിത ധന്യതയോ ലഭിക്കുകയില്ല. അവസാനം മനസ്സ് വല്ലാതെ വാസനാബദ്ധമായി ഉഴലും. ആ ഘട്ടത്തിൽ നേടിയതൊക്കെ കൈവെടിഞ്ഞ് ഇവിടെ നിന്ന് യാത്രയാകേണ്ടതായി വരും. ഈ ക്ലേശങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈശ്വരനെ കൈവെടിഞ്ഞ് ഫലകാംക്ഷയോടെ ചെയ്യുന്ന കർമ്മം നികൃഷ്ടമാണെന്ന് ഭഗവാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമ്മളൊരു ഈശ്വര ചൈതന്യത്തിലാണ് ഞാൻ ഈ അനുഭവം വരുന്നുള്ള വിചാരം നമുക്കില്ല. ഇതെനിക്ക് വേണം, ഇത് വന്നാലേ എനിക്ക് രക്ഷയുള്ളൂ. നമ്മൾ അങ്ങനെ ഫിക്സ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ ആ പരമാത്മ ചെയ്തുകൊണ്ട് അതിനെ മറന്നിട്ടാണ് ഇത് നമ്മളിങ്ങനെ വിചാരിക്കുന്നത്. നമ്മളൊരു ഈശ്വര ശക്തിയെ മറന്നിട്ടാണ് നമുക്ക് ഇത് കിട്ടിയാലേ ഇതിനോടുള്ള ആസക്തിയാണ് നമുക്ക്. എന്നിലൊരു ചൈതന്യമുണ്ട്, അതിനെ ബേസ് ചെയ്ത് വേണം എന്റെ എല്ലാ കർമ്മങ്ങളും. അല്ലാതെ എനിക്കിത് കിട്ടിയേ തീരൂ. നമുക്കറിയത്തില്ലല്ലോ നമുക്ക് ഏത് സംഭവിച്ചാലാണ് ഏത് നല്ലത് ചെയ്ത് നമുക്കറിയത്തില്ല. നമുക്കറിയാമല്ലോ ചില സംഭവിക്കുമ്പോഴേ നമുക്ക് ചില ഒരു നെഗറ്റീവായിട്ട് ചില സംഭവിക്കുമ്പോൾ നമ്മളങ്ങ് വളരെ വിഷമിക്കും. അതൊരു വേറൊരു നല്ല കാര്യത്തിനായിരിക്കും അങ്ങനെ സംഭവിച്ചത്. ഇതൊക്കെ അനുഭവത്തിൽ ഉണ്ടെങ്കിലും നമ്മൾ ഇതൊന്നും പഠിക്കത്തില്ല.
പിന്നെ നമ്മൾ എന്തുവാ, നമ്മൾ ഈ ഫ്യൂച്ചറിലോട്ട് നോക്കിയിരിക്കുക, ഭാവിയിൽ എനിക്ക് എങ്ങനെ ആ ഫലം വരുമോ, ആ ഫലം വരുമോ, ഈ ഒരു ആസക്തി, അതാ ആകാംക്ഷ, ആങ്സൈറ്റി, ഇതിലിരുന്നാൽ നമ്മുടെ ജീവിതം ദുരിതമാണ്. എന്നുവെച്ചാൽ നമ്മൾ എപ്പോഴും പ്രസന്റിൽ നിൽക്കുകയെന്ന് വെച്ചാൽ എന്തുവാ, ഭാവിയിലെ ഈ ഫലാസക്തി എന്ന് വെച്ചാൽ ഭാവിയിൽ വരാനിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ ജീവിക്കുക. അതെന്തൊരു വിഡിത്തമല്ലേ. ഇപ്പൊ ഉള്ള കാര്യം നോക്കാതെ ഇങ്ങനെ ഭാവിയിലോട്ട് നോക്കിയിരിക്കുക. ഇപ്പൊ ഉള്ള കാര്യം, ഇവിടെ മുമ്പിലെ പല കാര്യങ്ങളും ഉണ്ട്, പക്ഷെ ഞാൻ ഇങ്ങനെ ഭാവിയെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ഇപ്പൊ ഉള്ള കാര്യങ്ങൾ എനിക്ക് ചിന്തിക്കാൻ സമയമില്ല. ഒന്ന് ഞാൻ ഭാവിയെ കുറിച്ച് അങ്ങനെ ആവുമോ ഇങ്ങനെ ആവുമോ, ഈ ഒരു വെപ്രാളത്തിൽ എനിക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഒരു കാര്യം പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ എങ്ങനെ അതിന്റെ കറക്റ്റ് ഫലം വരും? കൃഷ്ണൻ ഇത് അവോയ്ഡ് ചെയ്യാൻ കൃഷ്ണൻ പറയുന്നു. ഇതിനകത്തിലെ ഈ മനസ്സിന്റെയും ബുദ്ധിയുടെ ഇടയ്ക്കുന്ന ഈ ഇൻട്രൊഡക്ഷനിൽ അന്ന് നമ്മൾ വായിച്ചായിരുന്നല്ലോ, ഒരു ഡയഗ്രം ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിവിടെ പറഞ്ഞിട്ടുണ്ട്. കാരണം മനസ്സിന്റെയും ബുദ്ധിയുടെ ഇടയ്ക്കാണ് ഈ കർമ്മഫലം, സോറി, വാസനാ മാലിന്യം. അന്തിക്ക് വല്ലതും പറയാനുണ്ടോ ആന്റി? ഇതിനകത്ത് നിന്ന് എന്തോ മനസ്സിലായി? ഈ ശ്ലോകത്തിൽ നിന്ന് എന്തോ മനസ്സിലായി? ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി കേറാൻ. ഞാൻ ഇപ്പൊ കുറച്ച് കേട്ടുള്ളൂ. കുറച്ചു നേരം കേട്ടതിൽ നിന്ന് എന്തോ മനസ്സിലായേ? അതായത് നമ്മള് കർഷകൻ പറഞ്ഞത് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് ഒരു ഫലം ഇച്ഛിച്ചോണ്ട് കർമ്മം ചെയ്യാൻ പാടില്ല. അല്ല, ഫലം ഇച്ഛിച്ചോണ്ടെന്നല്ല, ഒരു ഫലം ഉണ്ട്, പക്ഷെ അതിലോട്ട് അങ്ങോട്ട് ആസക്തി. അതെ അങ്ങനെ നടന്നേ പറ്റൂ. അതിനെ ഓർത്ത് അതിനെ ഓർത്ത് ആകാംക്ഷയോടെ ഇരുന്നാൽ നമ്മളിപ്പോ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം ഇല്ല. നമ്മള് അപ്പൊ ആ കോൺസെൻട്രേഷൻ പോവും. നമ്മള് അതെന്താവോ എന്നുള്ള ആലോചനയില് അതിന്റെ ഫലത്തെ പറ്റി ആലോചിച്ചിരുന്ന നമ്മളിപ്പോ ചെയ്യുന്ന കർമ്മത്തിനകത്ത് നമ്മൾ പൂർണ്ണമായിട്ടും സമചിത്തതയോടെ കരുതി ലേഖിച്ചെന്തോ പറഞ്ഞേ? ഹലോ, സുഖദുഃഖങ്ങൾ എന്തോ ആയാലും അത് നമ്മള് അതിൽ ശ്രദ്ധിക്കാതെ സമചിത്തതയോടെ കാരണം അതിന്റെ ഫലം എന്തുവാണെന്നുള്ളത് സമചിത്തതയോടെ നമ്മള് കരുതി മുന്നോട്ട് പോകണം. എന്തോ ആയാലും കുഴപ്പമില്ല. അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യണം. അതിന്റെ ഫലം ഇത് വന്നല്ലോ എന്നോർത്ത് നമ്മള് ടെൻഷൻ അടിക്കരുത്. ഇത് ഞാൻ വിചാരിച്ചതിന്റെ എതിർഭാഗമാണ് വന്നത് എന്ന് വിചാരിച്ച് നമ്മൾ ടെൻഷൻ അടിക്കരുത്. അത് അങ്ങനെ വരുന്നത് അതായിരിക്കും നമ്മുടെ ഫലം. നല്ലതാണെങ്കിൽ അതാണ് നമ്മുടെ ഫലം എന്ന് കരുതുക. എന്നിട്ട് കർമ്മം ചെയ്യുക. അതിനെപ്പറ്റി ചിന്തിച്ചോണ്ടിരിക്കരുത്. എനിക്കിങ്ങനെ വന്നല്ലോ, എനിക്കിങ്ങനെ വന്നു പോയല്ലോ എന്നോർത്ത് ചിന്തിക്കരുത്. ചിന്തിച്ചാൽ അതിന്റെ ഗുണം പോയി, മൊത്തം ഗുണവും പോയി, മൊത്തത്തിലുള്ള കർമ്മവും പോയി, അതിന്റെ ഫലവും പോയി, ചെയ്തതിന്റെ ഒരു ഇഫക്റ്റ് ഇല്ലാതെ വരും. അപ്പൊ എനിക്കിത് വന്നല്ലോ, നല്ലത് വന്നാലും അതിന്റെ തെറ്റാണ് നമ്മൾ വിചാരിച്ചതിന് ഓപ്പോസിറ്റ് വന്നാലും നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുക. ഇനി വീണ്ടും കർമ്മം ചെയ്യുക, വീണ്ടും ചെയ്യുക. നമ്മൾ ഒരിക്കലും പിന്മാറാതെ കർമ്മത്തിലോട്ട് ആയിരിക്കണം നമ്മുടെ. അല്ലാതെ അയ്യോ ഈ റിസൾട്ട് കിട്ടില്ലല്ലോ, ഇനി ഞാൻ എന്തൊരു ചെയ്തു, ഇനിയൊന്നും ചെയ്യണ്ട, ഇനി ചെയ്താലും ഫലമില്ല, അങ്ങനെ കർമ്മത്തിൽ നിന്ന് പിന്മാറരുത്. അതെ. ഗേജിക്ക് എന്തോ തോന്നി? ഗേജിക്ക് എന്തോ മനസ്സിൽ ഈ ഒരു ശ്ലോകത്തിൽ നിന്ന്? ലേഖ പറഞ്ഞതാ ശരി. നമുക്ക് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും എന്തുവായാലും നമ്മളത് ഓർത്ത് വിഷമിക്കുകയോ സന്തോഷിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തോണ്ടിരിക്കുക. അതല്ലേ പറഞ്ഞേ? അതെ, അത് ചെയ്തു. പിന്നെ നെക്സ്റ്റ് അടുത്തതിലോട്ട് പോവുക. അല്ല ഇതിന്റെ കൂടുതൽ നോക്കി ഇരുന്ന് നമ്മൾ അസസ് ചെയ്യാതെ ഓരോ കർമ്മങ്ങളും നമ്മള് ഒരു കോംപ്രമൈസ് ഇല്ലാതെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഈ മനസ്സിനെ വിഷമിക്കാൻ ഇടകൊടുക്കരുത്. ശരിയാവോ ഇല്ലയോ എന്നുള്ള വെപ്രാളമായിരുന്നു പണ്ടൊക്കെ നമുക്ക് എന്തോ ചെയ്താലും. പക്ഷെ ഇനിയിപ്പോ അതും അങ്ങനെ വരുത്തില്ലല്ലോ. നമ്മൾ ഇത് വായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, കുറച്ച് മാറ്റം വരും നല്ലപോലെ. ചേച്ചി എന്താ പറയുന്നു? ഈ മാറ്റം വരുമെന്ന് പറയുന്നത് എളുപ്പമല്ല. നമ്മൾ ശ്രമിക്കണം. പെട്ടെന്ന് നമുക്കങ്ങനെ മാറ്റം വരത്തില്ല. നമ്മൾ പരിശീലിക്കണം. അത് പതുക്കെ നമ്മൾ ചിന്തിച്ച്
പ്രവർത്തിക്കണം. മിനിച്ചേച്ചി എന്താ പറയുന്നേ? ശരിയാണ്, ശരിയായിട്ടുള്ള ഒരു കാര്യമാണത്. നമുക്ക് പലപ്പോഴും ഇത് നമ്മൾ അങ്ങനെ അല്ല, ചെറിയ പ്രശ്നം വന്നാലും നമ്മളിങ്ങനെ വിഷമിക്കുന്ന ഒരു രീതിയാണ് മനുഷ്യന് പൊതുവായിട്ടുള്ളത്. അപ്പൊ അത് ഈ ഗീത പഠിക്കുന്നത് കൊണ്ട് നമുക്കത് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റും നമ്മുടെ ജീവിതത്തിലെ അതെ. ചേഞ്ചസ് വരുത്താനായിട്ട് വളരെ നല്ലതാണ്. എല്ലാവരും ഈ നമ്മൾ ഐഡിയ ഗീതയെ കൂടെ ഈ ഓരോന്ന് ഇപ്പോഴാണ് ശരിക്കുള്ള അതിന്റെ ഒരു ശരിക്കുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇതിന് നേരത്തെ ഗീത പഠിക്കാത്തടത്തോളം കാലം നമുക്കിത് ഒരുമാതിരി ഒരു കോമൺ സെൻസിൽ അറിയാമെന്നല്ലാതെ എഫക്റ്റീവായിട്ട് നമുക്ക് കൺവിൻസ്ഡ് ആവത്തില്ല. അതൊക്കെ അതെ, നമുക്ക് ആ ഒരു വിസ്ഡം കിട്ടണമെങ്കിൽ നമുക്ക് സമയമെടുക്കുമല്ലോ. ചിന്തയിൽ കൂടെ നമ്മൾ പലതും ചിന്തിച്ച് നമുക്ക് വയസ്സായിട്ടുള്ള ഒരു തീരുമാനങ്ങൾ വരുമ്പോൾ അതിന് നമുക്ക് സമയം വേണം. അപ്പൊ അതിന് ഇത് ഇങ്ങനെയുള്ള ശ്ലോകങ്ങൾ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആണ് മനസ്സിലാക്കാൻ. ഇത് നമുക്കും ഒരു ആത്മവിശ്വാസം തരണമല്ലോ. ഇങ്ങനെയാണ് അത്. ഇപ്പൊ നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കിയാലും നമുക്കൊരു കോൺഫിഡന്റ് ആവണമല്ലോ നമ്മള്. അപ്പൊ ഇങ്ങനെ വന്നാലും പ്രശ്നമൊന്നും ഇല്ല എന്നുള്ള ആ ഒരു എന്നുവെച്ചാൽ അതിലൊന്നും സംഭവിക്കാനില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് വരണം. അപ്പൊ അതിന് ധൈര്യം വരണമെങ്കിൽ നമ്മൾ ഓരോ പ്രവൃത്തികൾ കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ ഇതിനെ വിചാരം ചെയ്യുമ്പോൾ നമുക്ക് പതുക്കെ ഇതിനകത്തോട്ട് അങ്ങോട്ട് ഈ രീതിയിൽ ചെയ്യാനുള്ള ട്രെൻഡ് വരും. അതാ, നമുക്ക് എന്ത് വന്നാലും ഇത്രയേ ഉള്ളൂ എന്നുള്ള ഒരു അത് മനസ്സിനെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നമുക്ക് കഴിയണം. അതൊരു വലിയ കാര്യം തന്നെയാണ്. മനസ്സിലായത്, നല്ല ഒരു ഐഡിയ ഇതാണ് കിട്ടിയത്. നമുക്ക് ഇവിടെ നിർത്താൻ. നമുക്ക് നാളെ അടുത്ത ശ്ലോകത്തിലോട്ട് പോകാം.